നെക്സ്റ്റാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, വോട്ട് എവർ ഇറ്റ് മേ ബി, ആ ഒരു സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും കാൽക്കുലേറ്റഡ് മൂവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം ഒരു ഹ്യൂജ് എമൗണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ആ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇസ് ഇറ്റ് വർത്ത് ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ. അപ്പോൾ ഒരു ലോങ് റേഞ്ച് പ്ലാനിങ് പ്രോസസ്സാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സ് ഈ ലോങ് ടേം അസറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് കുറേ ടെക്നീക്സ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ക്രൈറ്റീരിയ പക്ഷേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മുടെ കയ്യിൽ മുമ്പിലുണ്ടാവും. ആ ഓരോ ഓൾട്ടർനേറ്റീവിൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് വൺ, സോ ദാറ്റ് വി ക്യാൻ ഇൻവെസ്റ്റ് ആർ ഫണ്ട്സ് ഓർ ഇൻവെസ്റ്റ് ആർ അമൗണ്ട് ഓർ സം ഇൻ ടു ദാറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒരു ട്രഡീഷണൽ ടെക്നിക്സും ഉണ്ട്, പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സും ഉണ്ട്. സോ ഈ രണ്ടെണ്ണം മെയിനായിട്ടുള്ളതാണ് പേ ബാക്ക് പീരിയഡ് മെത്തേഡും പിന്നെ അതായത് ട്രഡീഷണൽ ടെക്നിക്ക്. പിന്നെ പേ ബാക്ക് പീരിയഡ് മെത്തേഡിൻ്റെ കുറേ ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ARR മെത്തേഡ്. ഈ മൂന്നെണ്ണമാണ്. ചിലപ്പോൾ ക്വസ്റ്റനിൽ പറയുന്നുണ്ടാവും ഈ മൂന്നെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ മൂന്ന് മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇനി നേരെ മറിച്ച് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റഡ് ടെക്നീക്സ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹിയർ NPV മെത്തേഡ് ഉണ്ട്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, PI മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, IRR മെത്തേഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പിന്നെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് മെത്തേഡൊക്കെ, പിന്നെ മോഡിഫൈഡ് IRR. സോ ഇതൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത്. ഇതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഉള്ളതൊക്കെ. സോ ഫസ്റ്റ് വിൽ ടോക്ക് അബൌട്ട് ദി ട്രഡീഷണൽ ടെക്നിക്സ്, ദറ്റ് ഇസ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഈ ട്രഡീഷണൽ ടെക്നിക്സിലൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ വാട്ട് എവർ സം വി ഹാവ് ഇൻവെസ്റ്റഡ് എത്ര നാൾ കൊണ്ട് അത് തിരിച്ചു കിട്ടുന്നു എന്നാണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എത്ര നാൾ കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. എൻറ്റയർ എമൗണ്ട് എത്ര നാൾ കൊണ്ട് തിരിച്ചു കിട്ടും. ഫോർ എക്സാമ്പിൾ 1 lakh റുപ്പീസാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നാൾ, എത്ര വർഷം കൊണ്ടായിരിക്കും, മേ ബി മന്ത്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇയേഴ്സ് ആയിരിക്കാം, എത്ര ഇയേഴ്സ് കൊണ്ടായിരിക്കും നമുക്കത് തിരിച്ച് കിട്ടുക എന്ന് മെഷർ ചെയ്യാനാണ് ഫസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഓക്കെ. ആൻഡ് ഇതിൽ തന്നെ ക്യാഷ് ഫ്ലോസ് ഈവനും ആവാം, ക്യാഷ് ഫ്ലോസ് അൺഈവൻ ആവാനും ചാൻസ് ഉണ്ട്. സോ യൂണിഫോം ക്യാഷ് ഫ്ലോ എൻ്റെ കേസാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് എത്രയാണ് സം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 1 lakh റുപ്പീസ് ഡിവൈഡഡ് ബൈ ആ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ വർഷം നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ വെച്ചും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സെപ്റ്റ് റിജക്റ്റ് റൂളുണ്ട്. എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻസ് ആണെങ്കിൽ ഏറ്റവും കുറവ് പേ ബാക്ക് പീരീഡ് ഉള്ള, മീനിങ് ഏറ്റവും കുറവ് വർഷങ്ങൾ കൊണ്ട്, കുറവ് സമയം കൊണ്ട് നമുക്ക് പൈസ തിരിച്ച് കിട്ടുന്ന ആ ഒരു പ്രൊപ്പോസലായിരിക്കും സ്വീകരിക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനിയിപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ളതിനാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. സോ പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh റുപ്പീസ് വേണം, 10 വർഷത്തേക്കാണ് ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഓരോ വർഷം അവർക്ക് ഏകദേശം ഇപ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത് 2,50,000 വെച്ചിട്ടാണ്. ആൻഡ് ഇത് വെച്ചിട്ടാണ് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. So here we are going to use the formula initial investment divided by annual cash inflow. കാരണം എന്താണ്, ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷവും അവർക്ക് കിട്ടുന്നത് 2,50,000 തന്നെയാണ്. ഓരോ വർഷവും അമൗണ്ടിൽ വ്യത്യാസമില്ല. സോ ഹിയർ ഇറ്റ് ഈസ് യൂണിഫോം. സോ ഹൗ ഡു വി കാൽക്കുലേറ്റ് ഇറ്റ്? 10 lakh ഡിവൈഡഡ് ബൈ 2,50,000. 4 കൊല്ലം കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഈ 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ ബേസിക് പ്രിൻസിപ്പിളോട് പറയുന്നത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2,50,000 എല്ലാ കൊല്ലവും അതേ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഇതുപോലെ ഇപ്പോൾ അൺഈവനാണ്, ഓരോ ഇയറും നമുക്ക് കിട്ടുന്ന ആ റിട്ടേൺ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെ സിറ്റുവേഷനിൽ ആ ഫോർമുല വിൽ ഓൾസോ ബി ഡിഫറെൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ പേ ബാക്ക് പീരിയഡ് ഫോർ എ പ്രോജക്റ്റ് വിച്ച് റിക്വയർസ് ക്യാഷ് ഔട്ട്ലേ ഓഫ് rupees 2 lakh ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്.
80,000, 40,000, 70,000, 30,000 and 10,000 respectively during its economic life. ഓക്കെ, സോ ഇതുപോലെ ഇങ്ങനെ അപ്പോൾ 5 കൊല്ലത്തെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ്, ഇങ്ങനെ ഒരു അൺഈവൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. അതായത് ഫസ്റ്റ് ഇയറിൻ്റെ കോളം വരക്കുക, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ വി ഹാവ് ദി ക്യാഷ് ഇൻഫ്ലോസ്, റൈറ്റ് ഡൗൺ ദി റെസ്പെക്റ്റീവ് ക്യാഷ് ഇൻഫ്ലോസ്. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വിൽ ബി ദ സെയിം. ആദ്യത്തെ വർഷം എന്താണ് 80,000 തന്നെയാണ്. പക്ഷേ 80,000 കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ എത്തുമ്പോൾ വി ആർ ഗോയിങ് ടു ആഡ് 80,000 വിത്ത് 40,000. അങ്ങനെ 1,20,000 കിട്ടും. ദെൻ ഈ 1,20,000 കൂടെ what do? You add 70,000, you get 1,90,000. 1,90,000 കൂടെ വീണ്ടും 30,000 ആഡ് ചെയ്യുക. അങ്ങനെ ക്യുമുലേറ്റീവ് വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ 2 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നമ്മൾ ഏകദേശം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 കൊല്ലം ആകുമ്പോഴത്തേക്കും നമുക്കതിൽ പകുതിയിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുള്ളൂ. 10,000 കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, 1,90,000 വി ഹാവ് ഒബ്റ്റെയിൻഡ് ഇൻ ദി തേർഡ് ഇയർ ഇറ്റ് സെൽഫ്. സോ അറൗണ്ട് ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം തിരിച്ചു കിട്ടും. ഒരു 10,000 രൂപേൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് നമുക്ക് പറയാം. സോ വി ക്യാൻ സേ 3 ഇയേഴ്സ്, പിന്നെ ഒരു ഫ്യൂ മന്ത്സിൻ്റെ കാര്യമായിരിക്കും. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് എത്രയാണ് നമ്മുടെ ക്യാഷ് ഔട്ട്ലേ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് 2 lakh rupees മൈനസ് 3 വർഷം ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,90,000 ഡിവൈഡഡ് ബൈ ദെൻ വി ഹാവ് ദി ക്യാഷ് ഇൻഫ്ലോ പ്ലസ് ഫസ്റ്റ് ഇയർ നമ്മൾ നെക്സ്റ്റ് N+1 ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയറിൻ്റെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ടല്ലോ, 4th ഇയറിൽ ഇറ്റ് ഇസ് 30,000 ഡിവൈഡ് ബൈ 30,000 ചെയ്താൽ മതി. സോ 3 പ്ലസ് 10,000 ഡിവൈഡ് ബൈ 30,000. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 3 വർഷവും 4 മാസം കൊണ്ട് നമുക്ക് ഈ ചിലവഴിച്ച 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. സോ ദിസ് ഈസ് ദി പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. സോ ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മോഡിഫിക്കേഷൻ വന്ന രണ്ടാമത്തെ മെത്തേഡിലേക്ക്, അതായത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വാല്യൂ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, പിന്നെ വേറെ കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. ആൻഡ് എപ്പോഴും ക്യാഷ് ഫ്ലോവിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കില്ല ടൈം വാല്യൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്യില്ല, പ്രോഫിറ്റബിലിറ്റി ആസ്പെക്റ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ ഡ്രോബാക്സ് ഉള്ളത് കൊണ്ട് വി ഹാവ് മോഡിഫൈഡ് ഇറ്റ് ഇൻ ടു പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇപ്പോൾ എന്താണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ നമ്മൾ നമ്മുടെ എൻറ്റയർ പൈസ നമുക്ക് തിരിച്ച് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അത് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു 100. ഇനി അതിൻ്റെയൊക്കെ ഒരു വേരിയേഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഇതിൽ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ദാറ്റ് ഈസ് ARR മെത്തേഡ്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണിൽ ഇപ്പോൾ നേരത്തെയൊക്കെ നമുക്കിതുപോലെ ഇങ്ങനെ എത്രയാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിലൊക്കെ മെയിനായിട്ട് പ്രോഫിറ്റ്സ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ ആ പ്രോഫിറ്റ്സിൻ്റെ ആ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഈവൻ നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇവിടെ ഇറ്റ് ഈസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ദാറ്റ് ഈസ് ARR ഇസ് ഈക്വൽ ടു ആവറേജ് ആനുവൽ പ്രോഫിറ്റ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു 100. ഓക്കെ, സോ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവറേജ് ആനുവൽ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്തപ്പം ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ 5 വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആൻഡ് ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കുറവ് പേ ബാക്ക് പീരീഡ് ഉള്ള ഒരു മെത്തേഡാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് ഉള്ള ഒരു പ്രൊപ്പോസലാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്, ഇഫ് ARR ദറ്റ് ഇസ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ KE ഇപ്പോൾ പഠിച്ചിരുന്നല്ലോ, സോ അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു കൻ ആക്സെപ്റ്റ് ദാറ്റ് പ്രോജക്റ്റ്. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഇസ് ലെസ്, പിന്നെയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റാണ് കൂടുതലും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് അല്ലെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്നില്ല, ആവശ്യത്തിനുള്ള റിട്ടേണുള്ള രീതിയിലല്ല നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ വി ഹാവ് ടു കംപ്ലീറ്റ്ലി റിജക്റ്റ് ഇറ്റ്. പിന്നെ ഇനി കുറേ പ്രോജക്റ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ARR ഏതിനുള്ളത് ആ ഒരു പ്രോജക്റ്റ്സാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3,50,000, അതേപോലെ 5 കൊല്ലത്തെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വാല്യൂ തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു
100. സോ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫസ്റ്റ് ഇയർ മുതൽക്ക് 5ാമത്തെ ഇയർ വരെ എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അത് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്സ് കിട്ടും. പിന്നെ ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ, അതും ഇങ്ങനെയാണ് 3,50,000 ഡിവൈഡ് ബൈ 2. സോ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ഈക്വൽ ടു 24,000 ഡിവൈഡഡ് ബൈ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ആവറേജ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 1,75,000 ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ 3 മെത്തേഡിലും ഒരു വലിയ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം വാല്യൂ എന്നുള്ള ഒരു ആസ്പെക്ട് കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. ദി ആർ നോട്ട് ഈവൻ കൺസിഡറിങ് ദ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു 10 റുപ്പീസിനുള്ള ഒരു കോയിൻ വോട്ട് എവർ ഇറ്റ് മേ ബി, ഒരു റുപ്പി നോട്ട്, ഇറ്റ് ഈസ് മോർ വാല്യുബിൾ ടുഡേ ദാൻ ടുമോറോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായ ഒരു വർത്ത് അല്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ അല്ല ഇപ്പോൾ ഉള്ള ആ ഒരു കറൻസിക്ക് ഉണ്ടാവുക എന്ന് പറയും. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ദ വാല്യൂ ഡിമിനിഷസ് ആസ് ദ ഇയർ പ്രോഗ്രസസ്. സോ ഇവിടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്സിൽ ഫസ്റ്റ് വണ്ണാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ ഇവിടെ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഓവർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. നമ്മൾ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഹൗ ഡു യു കാൽക്കുലേറ്റ് ഇറ്റ്? NPV ഈസ് ഈക്വൽ ടു net present value of cash inflows minus net present value of cash outflows എന്നാണ് പറയാം. ഓക്കെ, ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ARR ഇസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ ഇവിടെയും ഇപ്പോൾ NPV ഇസ് പോസിറ്റീവ് ഓർ 0 നമ്മൾ എന്ത് ചെയ്യും? പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ NPV ഇസ് നെഗറ്റീവ് ദെൻ വി ഹാവ് ടു റിജക്ട് ദി പ്രോജക്റ്റ്. ഇതേപോലെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ NPV ഏറ്റവും ഹയസ്റ്റ് ഏതാണ് ആ പ്രോജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലുണ്ട് 2 lakh റുപ്പീസിൻ്റെ ആൻഡ് 5 ഇയേഴ്സത്തേക്കാണ് ആ 2 lakh റുപ്പീസ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചോ. ആൻഡ് ദ കമ്പനി ഹാസ് എ ടാക്സ് റേറ്റ് ഓഫ് 40%. ആൻഡ് ഇവിടെ ഓരോ 5 വർഷത്തേക്കുള്ള ഏർണിങ്സ് ബിഫോർ ഡെപ്രീസിയേഷനും ടാക്സും തന്നിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ ആ ഒരു അമൗണ്ടിൻ്റെ കറൻറ്റ് വാല്യൂ എത്രത്തോളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് ഈ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ 10% തന്നിട്ടുള്ളത്. സോ ഈ ഇതൊക്കെ മിക്കപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. മിക്കപ്പോഴും 10% ആണ് തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ വാല്യൂ ദാറ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ്. സോ ഈ ഏർണിങ്സ് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ആൻഡ് NPV at 10% അഡ്വൈസ് ദി കമ്പനീസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇയർ ചെയ്ത് ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ വി ഹാവ് ഏർണിങ്സ് ബിഫോർ ഡെപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. സോ ആദ്യം തന്നെ ഡെപ്രീസിയേഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഡെപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദറ്റ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഡെപ്രീസിയേഷൻ ഇസ് 40,000. ഇറ്റ് ഇസ് യൂണിഫോം അക്രോസ് ഓൾ ദി ഇയേഴ്സ്. ദെൻ ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്നുള്ള വാല്യൂ. ദെൻ അത് കൂടാതെ ദി ഹാവ് ടാക്സിൻ്റെ വാല്യൂസ് നമ്മൾ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഈ EBTന്ന് നമ്മൾ ടാക്സും കൂടി ഡിഡക്റ്റ് ചെയ്യുന്ന ശേഷം, അതായത് ഈ EBDTന്ന് ഡെപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് EBT. അതിൽ നിന്നും വീണ്ടും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് EAT. ദെൻ പിന്നെയും ആൻഡ് വി ഹാവ് ദി ക്യാഷ് ഫ്ലോ. നമ്മുടെ ക്യാഷ് ഫ്ലോ ആസസ് നമുക്കുണ്ട്. ദെൻ സോ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ക്യാഷ് ഇൻഫ്ലോസ് നേരത്തെ നമ്മളോട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10%-ന് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 51,776 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 51,776ഉം നമ്മുടെ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ രണ്ടും കൂടി കൺസിഡർ ചെയ്യാനാണ് ചെയ്യുക ഇവിടെ. So that is present value of cash inflows we get 2,51,776 minus present value of cash outflows 2 lakh നമുക്ക് തന്നിട്ടുണ്ട്. സോ NPV ഇവിടെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇപ്പം പോസിറ്റീവ് NPV ഉള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ക്യാഷ് ഇൻഫ്ലോസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്യാഷ് ഔട്ട്ഫ്ലോസ് വി ക്യാൻ സെലക്ട് ദിസ് പ്രോജക്റ്റ്. അടുത്തതാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അണ്ടർ ദി ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡിലുള്ളത്. സോ ഹിയർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിയർ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ്. ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇവിടെയും ഒരു ഡെസിഷൻ റൂൾ ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് ഇഫ് PI
ദാറ്റ് ഇസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ദറ്റ് ഈസ് NPV ഈസ് പോസിറ്റീവ്. ഇനി ഇപ്പോൾ ഇസ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ NPV ഈസ് നെഗറ്റീവ്, എന്ത് ചെയ്യുക, ഇവിടെ PI ഈസ് ലെസ് ദാൻ 1, വി ഹാവ് ടു റിജക്ട് ദി പ്രോജക്റ്റ്. ഓക്കെ, സോ ഇവിടെയും എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാവും, NPV കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യുക, യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് PV ഫാക്ടർ, യു വിൽ ഗെറ്റ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. പിന്നെ അത് സം ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ഡിവൈഡ് ബൈ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഇനി NPV കാൽക്കുലേറ്റ് ചെയ്തല്ലോ, നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെയാണ്, ദറ്റ് ഈസ് ഈ ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡ് ബൈ ക്യാഷ് ഔട്ട് ഫ്ലോസ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ദറ്റ് ഈസ് NPV ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെയും എന്താണ്, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1, പ്രോജക്റ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. സോ എപ്പോഴും ഓർക്കുക, ആ റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ക്രൈറ്റീരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.